കയറ്റി അയക്കുന്നതിൽ പ്രമുഖ സ്ഥാനമുള്ള രാജ്യം, ആളുകൾ എന്ത് കഴിക്കണം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന കന്നുകാലികളുടെ പേരിൽ ജനങ്ങളെ ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ബീഫിന്റെ പേരിലുള്ള അതിക്രമങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്നാൽ ഇന്ന് കന്നുകാലികളെ കശാപ്പു ചെയ്യാൻ അനുമതിക്കായി ഹിന്ദു പശു വ്യാപാരികൾ കരയുകയാണ്. മെയ് 13 ബംഗാളിൽ അധികാരത്തിലെത്തിയ ശേഷം വളരെയധികം വർഗീയ പരാമർശങ്ങളാണ് സുവേന്ദു അധികാരി നടത്തിയിട്ടുള്ളത്. ഈ സുവേന്ദു അധികാരി തന്നെയാണ് പണ്ട് കോഴക്കേസിൽ BJP അക്യൂസ് ചെയ്തതിനെ തുടർന്ന് പിന്നീട് BJPയിൽ ചേർന്ന് അഗ്നിശുക്തി വരുത്തി മുസ്ലിങ്ങളുടെ മന്ത്രിയല്ല താനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ പുതിയ ബംഗാളിൽ മുസ്ലിം ജനവിഭാഗത്തെ പാർശ്വവൽക്കരിക്കുന്നതിനും അവരെ ഇടം വലം തിരിയാതെ അസ്വസ്ഥപ്പെടുത്തുന്നതിനുമായി നൽകിയ ഒരു വിധി പുതിയതായി അധികാരത്തിൽ വന്നപ്പോൾ വളരെ കർക്കശമായി എൻഫോഴ്സ് ചെയ്തു. അതായിരുന്നു 1950 അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട്. ആ ആക്ട് കുറച്ചുകൂടി കർക്കശമായി അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ആക്ട് അനുസരിച്ച് 15 വയസ്സിൽ മുകളിലുള്ളതോ ബ്രീഡ് ചെയ്യാൻ അൺഫിറ്റ് ആയതോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അംഗവൈകല്യങ്ങൾ ഉള്ളതോ അൺക്യൂറബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളതോ ആയിട്ടുള്ള കന്നുകാലികളെ മാത്രമേ കശാപ്പ് ചെയ്യാൻ ഒക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒപ്പം വെറ്റിനറിയുടെ സമ്മതവും വേണം. ആ നിയമത്തെ തുടർന്ന് ഹിന്ദു നാഷണലിസ്റ്റ് ഗ്രൂപ്പുകളും പോലീസും വളരെ വലിയ നീക്കങ്ങളാണ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗാളിൽ നടത്തിയിട്ടുള്ളത്. അവർ കൂടുതൽ കർക്കശമായി ഈ നിയമത്തെ സാധൂകരിക്കാൻ ശ്രമിച്ചു. കന്നുകാലികളെ കൊണ്ടുപോകുന്നത് തടയുകയും ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്തു മറ്റു ജനങ്ങളെ ഇവർ. എന്നാൽ ഈ വിധി പ്രാബല്യത്തിൽ വന്നപ്പോൾ മുതൽ മുസ്ലിം ജനങ്ങൾ മറ്റൊരു യൂനോ കാർഡ് തിരിച്ചു വെക്കുന്നതാണ് പിന്നീട് കണ്ടത്. അവർ ഗോരക്ഷകരായി മുന്നോട്ട് മാറുന്നൊരു കാഴ്ച. ഈ വരുന്ന 27, 28 ദിവസങ്ങളിൽ ഈദിനെ ലക്ഷ്യം വെച്ച് 100 കണക്കിന് കന്നുകാലികളെയാണ് ഹിന്ദു വ്യാപാരികൾ വളർത്തിയത്. വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ ആക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് മുസ്ലിം ഓർഗനൈസേഷന്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് ഷെരീഫ് ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യയിലെ എല്ലാ കശാപ്പ് കടകളും ബാൻ ചെയ്യാനും പരസ്യമായി ഈദിന് പശുവിന് പകരം പോത്തുകളെയും ആടുകളെയും മാത്രം വെട്ടിയാൽ മതി എന്നൊരാശയം അവർ മുന്നോട്ട് വെച്ചു. അത് മാത്രമല്ല, ഇൻഫ്ലുവൻസേഴ്സും മുസ്ലിംസുമായിട്ടുള്ള ആളുകൾ റോഡിലിറങ്ങി ഇത്തരത്തിൽ കശാപ്പിനായി പശുക്കളെ കൊണ്ടുപോകുന്നത് തടയുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയെ വിൽക്കുന്നത്? അവരെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കൂ എന്നാണ് അവർ പശുവിനെ വിൽക്കാൻ ഇറങ്ങുന്ന ഈ വ്യാപാരികളോട് ചോദിക്കുന്നത്. നിങ്ങൾ അതിനെ വിറ്റ് കാശാക്കും, ഞങ്ങൾ ജയിലിൽ പോകണോ എന്നതാണ് അവരുടെ ഒരു ഭാഷ്യം. 22 പശുക്കൾ വിൽക്കാനുണ്ടായിരുന്ന ആടുകളടക്കം പറയുന്നത് അവർ കടം വാങ്ങിയും ലോൺ എടുത്തും വാങ്ങിയ പശുക്കളെ വിൽക്കാൻ സാധിക്കുന്നില്ല. അത് വളരെ വലിയ ഒരു സാമ്പത്തിക പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ്. ആത്മഹത്യ മാത്രമാണ് അത്തരത്തിലുള്ള ജനങ്ങളുടെ മുൻപിലെ ഏക വഴിയെന്നും അവർ പറയുന്നു. അത് ഹിന്ദു ട്രേഡേഴ്സിൽ വളരെ വലിയ ഭയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ബംഗാളിലെ ഹിന്ദുക്കൾ തന്നെ ഈ നിയമം എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. ഈ പുത്തൻ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. അധികാരവും ഭരണകൂടവും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ജീവിത രീതിയെയും ഉപജീവനത്തെയും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹം അതിനെതിരെ പുതിയ രീതികളിൽ പ്രതികരിക്കാൻ തുടങ്ങുമെന്നത്. ഇത് ബീഫിന്റെ രാഷ്ട്രീയം മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഭക്ഷണ സ്വാതന്ത്ര്യം, മതം, ഉപജീവനം, ഭരണകൂടം എല്ലാം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ്. എന്താകും ഇനി ബംഗാളിലെ അവസ്ഥകളെന്ന് കാത്തിരുന്ന് കാണാം.